Let's start learning English. ഹലോ മക്കളെ, വെൽക്കം ടു ക്ലാസ് 36 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേഗം ഒന്നാമത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. ഓക്കെ, നമുക്ക് എല്ലാ ബേസ് ഫോംസും ഒന്ന് നോക്കാം. ബേസ് ഫോംസ് ആൻഡ് ദ മീനിങ്സ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോവുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടേർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് കാണുക വീക്ഷിക്കുക, ഗ്രോ വളരുക വളർത്തുക, കോം ചീകുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക, പ്രിപ്പയർ തയ്യാറാവുക തയ്യാറാക്കുക, മേക്ക് ഉണ്ടാക്കുക, ടീച്ച് പഠിപ്പിക്കുക, ബ്രിങ് കൊണ്ടുവരിക, ബൈ വാങ്ങുക, ബിഗിൻ തുടങ്ങുക, ബിക്കം ആയിത്തീരുക, ഡിഗ് കുഴിക്കുക, ഡു ചെയ്യുക, ഫർഗെറ്റ് മറക്കുക, ഫർഗിവ് പൊറുക്കുക, ഫാൾ വീഴുക, ഫീൽ തോന്നുക, ഫൈറ്റ് വഴക്കിടുക, ഫൈൻഡ് കണ്ടെത്തുക, ഫ്രീസ് തണുത്തുറയ്ക്കുക, ഗിവ് നൽകുക കൊടുക്കുക, ഹിയർ കേൾക്കുക, ലിസൺ ശ്രദ്ധിച്ച് കേൾക്കുക, കീപ്പ് വയ്ക്കുക, നോ അറിയുക, ലീഡ് നയിക്കുക, ലെൻഡ് കടം നൽകുക, റൈസ് ഉദിക്കുക ഉയരുക, സെൽ വിൽക്കുക, സ്പെൻഡ് ചെലവാക്കുക ചെലവഴിക്കുക, അഡ്വൈസ് ഉപദേശിക്കുക പറഞ്ഞു കൊടുക്കുക, പുഷ് തള്ളുക, പുൾ വലിക്കുക, ട്രൈ ശ്രമിക്കുക, ഫ്രൈ പൊരിക്കുക, ക്രൈ കരയുക, ഡ്രൈ ഉണങ്ങുക ഉണക്കുക, ക്ലീൻ വൃത്തിയാക്കുക അഴുക്കകറ്റുക, ടൈഡി അടുക്കി വയ്ക്കുക, ഡസ്റ്റ് പൊടി തട്ടുക, സ്വീപ്പ് അടിച്ചു വാരുക തൂത്തുവാരുക, മോപ്പ് തുടയ്ക്കുക. ഓക്കെ, ഇത്രയും വാക്കുകളാണ് നമ്മൾ ഇത്രയും നാളുകളിൽ 35 ഡേയ്സ് 35 ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചെടുത്ത വേർബ്സിൻ്റെ ബേസ് ഫോംസാണ് നമ്മളിവിടെ വായിച്ചത്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. നമുക്ക് ഒന്നാമത്തെ വാക്ക് നോക്കാം. സ്പീക്ക് സംസാരിക്കുക അല്ലേ. സ്പീക്ക് എന്ന് പറയുമ്പോൾ സംസാരിക്കുക. പക്ഷേ ടീച്ചർ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? ആശയം വ്യക്തമാക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. ആശയം വ്യക്തമാക്കുക. ഓക്കെ, സ്പീക്ക്. അതായത് നമ്മൾ സംസാരിക്കുക എന്ന് പറയാൻ നമ്മൾ വേറെയും വാക്കുപയോഗിക്കും. അതിൽ കുറച്ചുകൂടെ ഫോമലായിട്ടുള്ള കുറച്ചുകൂടി ഒഫീഷ്യലായിട്ടുള്ള എന്താണ് ഒരു സൈഡ് മാത്രം ഉണ്ടാകുന്ന
ഒരു സംസാരമാണ് സ്പീക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു ലേഡി അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഒരു മാൻ അവിടെ നിന്ന് സംസാരിക്കുകയാണ് മൈക്കിലോട്ട്. ഇപ്പം ഈ രണ്ട് സംസാരത്തിലും മറ്റേ സൈഡിലുള്ള വ്യക്തി സംസാരിക്കുന്നില്ല. ശരിക്കും അവിടെ ഒരു സംഭാഷണം അല്ലെങ്കിൽ തമ്മിലുള്ള സംസാരം നടക്കുന്നില്ല അല്ലേ? അപ്പം അതുകൊണ്ടാണ് ടീച്ചർ അവിടെ സംസാരിക്കുക എന്ന് എഴുതുന്നതിന് പകരം എന്താണ് എഴുതിയിട്ടുള്ളത്? ആശയം വ്യക്തമാക്കുക. ഓക്കെ, ആശയം വ്യക്തമാക്കുക. സ്പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് സ്പീക്ക് എന്നുള്ളത് സംസാരിക്കുക എന്ന അർത്ഥം വരുന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സൈഡായിട്ട് ഒരാൾ സംസാരിക്കുന്നതാണ്. ഇങ്ങോട്ടേക്ക് തിരിച്ച് സംശയം ചോദ്യോത്തരങ്ങളൊക്കെ ചോദിക്കുമായിരിക്കാം, പക്ഷേ ആശയം ഒരു സൈഡിൽ നിന്ന് മാത്രമേ പോകുന്നുള്ളൂ, രണ്ട് സൈഡും ഇല്ല. സംഭാഷണമല്ല, കോൺവെർസേഷൻ അല്ല. ഓക്കെ, കോൺവെർസേഷൻ, സംഭാഷണം, കോൺവെർസേഷൻ. ഓക്കെ, അതല്ല. ഓക്കെ, അതാണ് സ്പീക്ക്. അപ്പോൾ ഈ സ്പീക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. സംസാരിക്കുക എന്നുള്ളതിൽ ആശയം വ്യക്തമാക്കുക എന്നുള്ള രീതിയിൽ വരുന്ന സംസാരമാണ് സ്പീക്ക്. ഓക്കെ, SPEAK, സ്പീക്ക്, സ്പീക്ക്, SPEAK, സ്പീക്ക്, സ്പീക്ക്. ഓക്കെ, ഇനി കൺഫ്യൂഷനൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. സ്പീക്ക്, SPEAK, സ്പീക്ക്, സംസാരിക്കുക, ആശയം വ്യക്തമാക്കുക. ഓക്കെ, ഇനി സംസാരിച്ചു. സ്പീക്ക് എന്ന വേർബിൻ്റെ പാസ്റ്റ് ഫോം സ്പോക്ക്, സ്പോക്ക്, SPOKE, സ്പോക്ക്, സ്പീക്ക്, സ്പോക്ക്. സ്പീക്ക് V1 form base form, speak. V2 form past form, spoke. V3 form past participle form, spoken, spoken. Okay, spoken. Speak, spoke, spoken. Speak, spoke, spoken. Okay, speak, spoke, spoken. V1 form base form speak, V2 form past form spoke, V3 form past participle form spoken. V1 form base form speak, V2 form past form spoke, V3 form past participle form spoken. Speak, spoke, spoken. V1 form base form speak, V2 form past form spoke, V3 form past participle form spoken. Okay, ഇനി സംസാരിക്കുന്നു എന്ന് പറയണം അല്ലേ? ING, സ്പീക്കിംഗ്, സ്പീക്കിംഗ്. ഓക്കെ, സ്പീക്ക്, സംസാരിക്കുക, ആശയം വ്യക്തമാക്കുന്ന രീതിയിൽ സംസാരിക്കുക. ഓക്കെ, സംഭാഷണമല്ല. ഓക്കെ, സ്പോക്ക്, സംസാരിച്ചു. സ്പീക്കിംഗ്, സംസാരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈസ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വാസ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുകയായിരുന്നു, സംസാരിക്കുന്നു, സംസാരിക്കുകയായിരുന്നു. ഇസ് സ്പീക്കിംഗ്, സംസാരിക്കുന്നു. വാസ് സ്പീക്കിംഗ്, സംസാരിക്കുകയായിരുന്നു. ഓക്കെ, V1 form base form speak, V2 form past form spoke, V3 form past participle form spoken, V4 form present participle form speaking, V5 form third person singular present form speaks. ജസ്റ്റ് എന്ത് ചെയ്യാം? V1 ഫോം ബേസ് ഫോമിൻ്റെ കൂടെ എന്ത് ചെയ്യാം? ഒരു S ജസ്റ്റ് ചേർത്ത് എഴുതുക, അത്രേ ഉള്ളൂ. സ്പീക്സ്, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൻ, സ്പീക്കിംഗ്, സ്പീക്സ്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൻ, സ്പീക്കിംഗ്, സ്പീക്സ്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൻ,
speaking, speaks. Okay? Speak. V1 ഫോം, ബേസ് ഫോം. സംസാരിക്കുക, ആശയം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗത്തു നിന്നുള്ള സംസാരത്തെയാണ് നമ്മൾ സ്പീക്ക് എന്ന് കൊണ്ട് നമ്മൾ യൂസ് ചെയ്ത് അർത്ഥമാക്കുന്നത്. ഓക്കെ? സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൻ, സ്പീക്കിംഗ്, സ്പീക്സ്. V1 form, base form, speak. V2 form, past form, spoke. V3 form, past participle form, spoken. V4 form, present participle form, speaking. V5 form, third person singular present form, speaks. Okay അല്ലേ മക്കളെ? ഇനി നമുക്ക് ഈ സ്പീക്ക് എന്നുള്ള വാക്കിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സെൻറ്റൻസസിലോട്ടിടാം അല്ലേ? എങ്ങനെ? I will speak to her tomorrow. I will speak to her tomorrow. I will speak to her tomorrow. ഞാൻ നാളെ അവളോട് സംസാരിക്കാം. ഞാൻ നാളെ അവളോട് സംസാരിക്കും. സംസാരിക്കും എന്നും പറയാം, സംസാരിക്കാം എന്ന് പറയാം. ഓക്കെ? I will speak to her tomorrow. I will speak to her tomorrow. I will speak to her tomorrow. അടുത്തത്, he spoke very clearly. He spoke very clearly. He spoke very clearly. ഓക്കെ? അവൻ വളരെ വ്യക്തമായി സംസാരിച്ചു. He spoke very clearly. ക്ലിയർലി. ആറൊന്നും വരില്ല. ക്ലിയർലി എന്നൊന്നും പറയില്ല. ക്ലിയർലി. ഓക്കെ? ഹി സ്പോക്ക് വെരി ക്ലിയർലി. അവൻ വളരെ വ്യക്തമായി സംസാരിച്ചു. ഹി സ്പോക്ക് വെരി ക്ലിയർലി. അടുത്തത്, ഷീ ഹാസ് സ്പോക്കൻ അബൌട്ട് ദിസ് ബിഫോർ. ഷീ ഹാസ് spoken about this before. She has spoken about this before. അവൾ ഇതിനെക്കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടുണ്ട്. അവൾ ഇതിനെക്കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടുണ്ട്. അവൾ ഇതിനെക്കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടുണ്ട്. മുൻപ് എന്ന് വരാൻ കാരണം എന്താണ്? ബിഫോർ. ഓക്കെ? before. ആറ് വരില്ല. four. ഓക്കെ? before. She has spoken about this before. Okay? She has spoken about this before. She has spoken about this before. Okay? അവൾ ഇതിനെക്കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടുണ്ട്. Merlin is speaking politely. Merlin is speaking politely. Merlin is speaking politely. Merlin മാന്യമായി സംസാരിക്കുന്നു. ഓക്കെ? Merlin is speaking politely. Merlin മാന്യമായി സംസാരിക്കുന്നു. Merlin is speaking politely. Merlin is speaking politely. Okay? She speaks French fluently. She speaks French fluently. She speaks French fluently. She speaks French fluently. അവൾ ഒഴുക്കോടെ ഫ്രഞ്ച് സംസാരിക്കും. അവൾ ഒഴുക്കോടെ ഫ്രഞ്ച് സംസാരിക്കും. She speaks French fluently. She speaks French fluently. She speaks French fluently. അവൾ ഫ്രഞ്ച് ഒഴുക്കോടെ സംസാരിക്കും. ഓക്കെ അല്ലേ മക്കളെ? ടീച്ചറുടെ കൂടെ തന്നെ വായിക്കില്ലേ 3 തവണ? ഓക്കെ? I will speak to her tomorrow. I will speak to her tomorrow. I will speak to her tomorrow. He spoke very clearly. He spoke very clearly. He spoke very clearly. She has
spoken about this before. She has spoken about this before. She has spoken about this before. Merlin is speaking politely. Merlin is speaking politely. Merlin is speaking politely. Merlin is speaking politely. She speaks French fluently. She speaks French fluently. She speaks French fluently. Fluently. Okay? She speaks French fluently. Okay? Okay അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം പഠിച്ച വാക്ക് സ്പീക്ക്, ഇന്നാദ്യം പഠിച്ചത് സ്പീക്ക്, അതിൻ്റെ V1, V2, V3, V5 ഫോംസ് എന്ത് ചെയ്യാം? ഇവിടെ കോമൻറ്റ് ചെയ്യാം. ഓക്കെ? സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൻ, സ്പീക്കിംഗ്, സ്പീക്സ്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൻ, സ്പീക്കിംഗ്, സ്പീക്സ്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൻ, സ്പീക്കിംഗ്, സ്പീക്സ്. ഓക്കെ അല്ലേ മക്കളെ? എല്ലാവരും കോമൻറ്റ് ചെയ്തോ? അപ്പം നമുക്ക് അടുത്ത വാക്കിലോട്ട് പോകാം. ഓക്കെ മക്കളെ, നമ്മൾ അടുത്ത വാക്ക് നോക്കാം. ടോക്ക്. ടോക്ക് എന്താണ് ടോക്ക്? സംസാരിക്കുക തന്നെ. പക്ഷെ ഇവിടെ നോക്കിയേ, ചിത്രം നോക്കിയേ, ടീച്ചർ സ്ക്രീനിലിട്ട 2 ചിത്രങ്ങൾ നോക്കിയേ. ഇവിടെ 2 ലേഡീസ് എന്ത് ചെയ്യുന്നുണ്ട്? സംസാരിക്കുന്നുണ്ട്. 2 പേരും സംസാരിക്കുന്നുണ്ട് അല്ലേ? പിന്നെ വലതുവശത്തത് 2 കറുത്ത രൂപങ്ങൾ, 2 കറുത്ത കളറുള്ള സോഫയിൽ. അത് ജസ്റ്റ് ഇല്ലസ്ട്രേറ്റീവ് ഗ്രാഫിക്സ് ആണത്. അതിൽ എന്താണ് ചെയ്യുന്നത്? അവർ 2 പേരും സംസാരിക്കുന്നുണ്ട് അല്ലേ? അതാണ് സംഭാഷണം. അപ്പോൾ സംഭാഷണത്തിൽ സംസാരിക്കുന്നതാണ് ടോക്ക്. ഓക്കെ? കോൺവെർസേഷൻ. ഓക്കെ? കോൺവെർസേഷനിൽ സംസാരിക്കുന്നതാണ് ടോക്ക്. മനസ്സിലായല്ലോ മക്കളെ? ഈ സ്പീക്ക് ആൻഡ് ടോക്ക്, അത് രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. രണ്ടും സംസാരിക്കുക തന്നെയാണ്, പക്ഷെ രണ്ടും ഉപയോഗിക്കുന്ന സ്ഥാനം ഡിഫറെൻ്റ് ആണ്. ഓക്കെ? സോ ടോക്ക്, TALK, ടോക്ക്. ഈ വാക്കിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് പ്രത്യേകത? ഇതിലുള്ള L നിശബ്ദനാണ്, സൈലൻ്റ് ആണ്. ഓക്കെ? ടോക്ക്. L സൈലൻ്റ് ആണ്. ടോൾക്ക് എന്നൊന്നും പറഞ്ഞ് അയക്കില്ല. ആരെങ്കിലും ടോൾക്ക് എന്ന് പറഞ്ഞ് അയച്ചാൽ ഞാൻ അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും. ഇറ്റ്സ് നോട്ട് ടോൾക്ക്. L is silent, so it should be pronounced as talk. Talk. Okay? Talk. Okay? TALK, talk. Okay? TALK, talk. ഇനി സംഭാഷണം നടത്തി, സംസാരിച്ചു. ഓക്കെ? തമ്മിൽ സംസാരിച്ചു. എങ്ങനെ പറയും? ടോക്ഡ്. ഇവിടെ TALKED എന്നാണെങ്കിൽ കൂടി നമ്മൾ പുഷ്ഡ് എന്നൊക്കെ പറഞ്ഞില്ലേ? ജംപ്ഡ്, പുഷ്ഡ്. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു എന്താണ്? ED ആണെങ്കിൽ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ടി എന്നുള്ളതിൻ്റെ ഉച്ചാരണമാണ് വരിക. ഇവിടെയും അതുപോലെ തന്നെയാണ്. ടോക്ഡ്. ഓക്കെ? ടോക്ഡ്. TALK, ടോക്ക്. TALKED, ടോക്ഡ്. ഓക്കെ? അത് തെറ്റരുത്. ഡ അല്ല, ട് ആണ്. ഡിയുടെ ഉച്ചാരണമല്ല, ടിയുടെ ഉച്ചാരണമാണ് വേണ്ടത്. ടോക്ഡ്. TALKED, ടോക്ഡ്. ഓക്കെ? ടോക്ഡ്. V1 form, base form, talk. V2 form, past form, talked. V3 form, past participle form, talked. V1 form, base form, talk. V2 form, past form, talked. V3 form, past participle form, talked. ശ്രദ്ധിക്കുക, ടോക്ഡ് അല്ല, ടോക്ട് എന്നാണ്. ട്. ഓക്കെ? ടിയുടെ ശബ്ദമാണ് വരേണ്ടത്. ടോക്ഡ്. ഓക്കെ? ടോക്ഡ്. V1 form, base form, talk. V2 form, past form, talked. V3 form, past participle form, talked.
ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്താണ്? സംഭാഷണം നടക്കുന്നു, സംഭാഷണം നടത്തുന്നു. ടോക്കിംഗ്, 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 TALKING, ടോക്കിംഗ്. ഓക്കെ, TALK, ടോക്ക്, TALKED, ടോക്ഡ്, TALKING, ടോക്കിംഗ്, ടോക്ക്, ടോക്ഡ്, ടോക്കിംഗ്, ടോക്ക്, ടോക്ഡ്, ടോക്കിംഗ്, ടോക്ക്, ടോക്ഡ്, ടോക്കിംഗ്. ഓക്കെ, സംഭാഷണം നടത്തുക, ടോക്ക്. സംഭാഷണം നടത്തി, ടോക്ഡ്. സംഭാഷണം നടത്തുന്നു, ടോക്കിംഗ്. ഓക്കെ, V1 form base form talk, V2 form past form talked, V3 form past participle form talked, V4 form present participle form talking, V5 form third person singular present form talks. V1 form base form talk, V2 form past form talked, V3 form past participle form talked, V4 form present participle form talking, V5 form third person singular present form talks. Talk, talked, talked, talking, talks. Talk, talked, talked, talking, talks. V1 form base form talk, V2 form past form talked, V3 form past participle form talked, V4 form present participle form talking, V5 form third person singular present form talks. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടോക്ഡ് അല്ല, ടോക്ഡ് എന്നാണ്. പുഷ്ഡ്, ജംപ്ഡ് എന്നൊക്കെ പറയുന്നത് പോലെ ടോക്ഡ്. ഓക്കെ, ടോക്ഡ്, നോട്ട് ടോക്ഡ്. ഇറ്റ്സ് ടോക്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസസിലോട്ട് പോയാലോ? We talk every day. We talk every day. We talk every day. ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കും. എങ്ങനെ അർത്ഥം എഴുതാം? എന്തായാലും എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ്. ഇറ്റ്സ് എ ഹാബിറ്റ്. ഓക്കെ, വി ടോക്ക് എവ്രി ഡേ. ഇവിടെ പറയുന്നത് ഒരു ശീലമാണ് അല്ലേ? എവ്രി ഡേ, എല്ലാ ദിവസവും. ഇവിടെ സംഭാഷണമാണ് പറയുന്നത്. ഓക്കെ, ടോക്ക്, സ്പീക്ക്, ഈ രണ്ട് വാക്കിൻ്റെയും അർത്ഥം നമ്മൾ പറയുമ്പോൾ സംസാരിക്കുക എന്ന് പറയും, പക്ഷേ ഉപയോഗം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ടോക്ക് എന്നുള്ളത് കോൺവെർസേഷനിൽ വരുന്നതാണ്, സംഭാഷണത്തിൽ വരുന്നതാണ്. ഓക്കെ, വി ടോക്ക് എവ്രി ഡേ. ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്, സംസാരിക്കും, സംസാരിക്കുന്നു. എങ്ങനെ എഴുതാം? വി ടോക്ക് എവ്രി ഡേ. യെസ്റ്റർഡേ വി ടോക്ക്ഡ് ഫോർ ആൻ അവർ. യെസ്റ്റർഡേ വി ടോക്ക്ഡ് ഫോർ ആൻ അവർ. Yesterday we talked for an hour. Yesterday we talked for an hour. Okay, നമ്മൾ ഇന്നലെ 1 മണിക്കൂർ സംസാരിച്ചു. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ 1 മണിക്കൂർ സംസാരിച്ചു. ഇന്നലെ എന്ന് വന്നത് എന്തുകൊണ്ടാണ്? യെസ്റ്റർഡേ. യെസ്റ്റർഡേ we talked for an hour. Yesterday we talked for an hour. Yesterday we talked for an hour. ഇന്നലെ ഞങ്ങൾ 1 മണിക്കൂർ സംസാരിച്ചു. Yesterday we talked for an hour. അടുത്തത്, we have talked about this before. We have talked about this before. ഇവിടെ have talked. ഇവിടെ talked എന്താണ്? V3 ഫോമാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, V3 ഫോം. ഓക്കെ, we have talked about this before. We have talked about this before. എപ്പോഴും ശ്രദ്ധിക്കുക, ടോക്ഡ് അല്ല, ടോക്ഡ് എന്നാണ്. ഓക്കെ, we have talked about it before.
about it അല്ല, about this. Okay, we have talked about this before. We have talked about this before. നമ്മൾ ഇതിനെക്കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടുണ്ട്. We have talked about this before. Before, മുൻപ്. ഓക്കെ, കുറിച്ച്, about കുറിച്ച്. എന്തിനെങ്കിലും കുറിച്ച് എന്ന് പറയാൻ വേണ്ടി നമ്മൾ about എന്നാണ് പറയുക. ഭക്ഷണത്തെക്കുറിച്ച്, about food. പെൺകുട്ടിയെക്കുറിച്ച്, about girl. പുസ്തകത്തെക്കുറിച്ച്, about book. ഓക്കെ, about കുറിച്ച്. Okay, we have talked about this before. We have talked about this before. Talked. Talked. We have talked about this before. നമ്മൾ ഇതിനെക്കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടുണ്ട്. We have talked about this before. അടുത്തത്, they are talking on the phone right now. 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 അവർ ഇപ്പോൾ ഫോണിൽ സംസാരിക്കുകയാണ്, സംസാരിക്കുന്നുണ്ട്, അതായത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർ ടോക്കിംഗ്. എന്തുകൊണ്ട് ആർ ടോക്കിംഗ്? എസ് ടോക്കിംഗ് എന്ന് വരെ ഒരാളാണെങ്കിൽ, ഇവിടെ ദേ ആണ്. ദേ മീൻസ് ഒന്നിൽ കൂടുതൽ പേരാണ്, പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പോൾ ആർ ടോക്കിംഗ്, ഇസ് അല്ല ആർ. ഓക്കെ, ദേ ആർ ടോക്കിംഗ് ഓൺ ദ ഫോൺ റൈറ്റ് നൗ. ദേ ആർ ടോക്കിംഗ് on the phone right now. They are talking on the phone right now. They are talking on the phone right now. അവർ ഇപ്പോൾ ഫോണിൽ സംസാരിക്കുകയാണ്. They are talking on the phone right now. They are talking on the phone right now. അവർ ഇപ്പോൾ ഫോണിൽ സംസാരിക്കുകയാണ്. Okay, she talks very fast. She talks very fast. She talks very fast. അവൾ വളരെ വേഗത്തിൽ സംസാരിക്കുന്നു. അവൾ വളരെ വേഗത്തിൽ സംസാരിക്കും. അവൾ വളരെ വേഗത്തിൽ സംസാരിക്കാറുണ്ട്. എങ്ങനെയും പറയാം, അത് അവളുടെ ഹാബിറ്റ്, ശീലമാണ്. ഓക്കെ, ഷീ ടോക്സ് വെരി ഫാസ്റ്റ്. ഷീ ടോക്സ് വെരി ഫാസ്റ്റ്. ഓക്കെ, എന്ത് ചെയ്യാം? ടീച്ചറുടെ കൂടെ തന്നെ 3 തവണ വായിക്കാം. ഓക്കെ, വി ടോക്ക് എവ്രി ഡേ. We talk every day. We talk every day. Yesterday, we talked for an hour. Yesterday, we talked for an hour. Yesterday, we talked for an hour. We have talked about this before. We have talked about this before. We have talked about this before. They are talking on the phone right now. 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 She talks very fast. She talks very fast. She talks very fast. Okay അല്ലേ മക്കളെ? അപ്പോൾ എന്ത് ചെയ്യണം? ടോക്ക്, TALK, ടോക്ക് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ എന്ത് ചെയ്യാം? കോമെൻറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ മക്കളെ, ഇന്ന് നമ്മൾ പഠിച്ചത് 2 വാക്കുകളാണ്. സ്പീക്ക്, ടോക്ക്. സ്പീക്ക് ആയാലും ടോക്ക് ആയാലും അർത്ഥം എന്ത് തന്നെയാണ്? സംസാരിക്കുക. പക്ഷേ അത് സംസാരിക്കുക എന്നുള്ളത് വേറെ വേറെ രീതിയിലാണ്. ഒന്ന് ആശയം വ്യക്തമാക്കുക, സ്പീക്ക്. ഓക്കെ, പിന്നെ ഒന്ന് സംഭാഷണം നടത്തുക, ടോക്ക്. ഓക്കെ, സ്പീക്ക്, V1 form base form speak, V2 form past form spoke, V3 form past participle form spoken, V4 form present participle form speaking, V5 form third person singular present form speaks. Talk, V1 form base form talk, V2 form past form talked, V3 form past participle form talked, V4 form present participle form talking, V5 form third person singular present form talks. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, TALK, EDA, talked എന്നല്ല പറയുക. ഇറ്റ്സ് talked.
ട് ആണ് ലാസ്റ്റ് ഉച്ചാരണം വരേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഈ രണ്ട് വാക്കുകളുടെയും V1 V2 V3 V4 V5 എന്ത് ചെയ്യുക, ഇവിടെ കോമൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇനി എനിക്കൊരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഇപ്പോൾ ടീച്ചർ ചെയ്യുന്ന കാര്യം അത് സ്പീക്കിംഗ് ആണോ ടോക്കിംഗ് ആണോ? നിങ്ങളിപ്പോഴും ഈ രണ്ട് വാക്കുകളുടെയും V1 V2 V3 V4 V5 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പമല്ല, സെപ്പറേറ്റ് ആയിട്ട് കോമൻറ്റ് ചെയ്യണം. ടീച്ചർ ഇപ്പോഴും ചെയ്യുന്നുള്ളത്, ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നുള്ളത് സ്പീക്കിംഗ് ആണോ ടോക്കിംഗ് ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടത്തിലേക്ക് ചാടാം. ഓക്കെ, റെഡിയല്ലേ? എല്ലാവരും കൈയും കാലമൊക്കെ ഒന്ന് അനക്കിക്കളാം. ഓക്കെ, റെഡി, തുടങ്ങാം. Ready, 1, 2, 3, start. Run, running, runs. Jump, jumped, jumping, jumps. Eat, ate, eaten, eating, eats. Brush, brushed, brushing, brushes. Read, read, reading, reads. Drink, drank, drunk, drinking, drinks. Wash, washed, washing, washes. Play, played, playing, plays. Sit, sat, sitting, sits. Walk, walked, walking, walks. Go, went, gone, going, goes. Come, came, coming, comes. Climb, climbed, climbing, climbs. Fly, flew, flown, flying, flies. Swim, swam, swimming, swims. Tear, tore, torn, tearing, tears. Cook, cooked, cooking, cooks. Cut, cutting, cuts. Write, wrote, written, writing, writes. Learn, learnt, learning, learns. Stand, stood, standing, stands. Sleep, slept, sleeping, sleeps. Dance, danced, dancing, dances. Sing, sang, sung, singing, sings. Pray, prayed, praying, prays. Draw, drew, drawn, drawing, draws. Wear, wore, worn, wearing, wears. Put, putting, puts. Take, took, taken, taking, takes. See, saw, seen, seeing, sees. Watch, watched, watching, watches. Grow, grew, grown, growing, grows. Comb, combed, combing, combs. Beat, beaten, beating, beats. Hit, hitting, hits. Kick, kicked, kicking, kicks. Prepare, prepared, preparing, prepares. Make, made, making, makes. Teach, taught, teaching, teaches. Bring, brought, bringing, brings. Buy, bought, buying, buys. Begin, began, beginning, begins. Become, becoming, becomes. Dig, dug, digging, digs. Do, did, done, doing, does. Forget, forgot, forgotten, forgetting, forgets. Forgive, forgiven, forgiving, forgives. Fall, fell, fallen, falling, falls. Feel, felt, feeling, feels. Fight, fought, fighting, fights. Find, found, finding, finds. Freeze, froze, frozen, freezing, freezes. Give, gave, given, giving, gives. Hear, heard, hearing, hears. Listen, listened, listening, listens. Keep, kept, keeping, keeps. Know, knew, known, knowing, knows. Lead, led, leading, leads. Lend, lent, lending, lends. Rise, rose, risen, rising, rises. Sell, sold, selling, sells. Spend, spent, spending, spends. Advise, advised, advising, advises. Push, pushed, pushing, pushes. Pull, pulled, pulling, pulls. Try, tried, trying, tries. Fry, fried, frying, fries. Cry, cried, crying, cries. Dry, dried, drying, dries. Clean, cleaned, cleaning, cleans. Tidy, tidied, tidying, tidies. Dust, dusted, dusting, dusts. Sweep, swept, sweeping, sweeps. Mop, mopped, mopping, mops. Speak, spoke, spoken, speaking, speaks.
ടോക്ക് ടോക്ഡ് ടോക്ഡ് ടോക്കിംഗ് ടോക്സ്. വേറെ ഒന്നുമില്ല അല്ലേ, ട്യൂൺ അവിടെ സ്റ്റോപ്പ് ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. സ്പീക്ക് സ്പോക്ക് സ്പോക്കൻ സ്പീക്കിംഗ് സ്പീക്സ്, ടോക്ക് ടോക്ഡ് ടോക്ഡ് ടോക്കിംഗ് ടോക്സ്. ഓക്കെ, അപ്പോൾ ഒരു ട്യൂണിൽ നിന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരും എല്ലാ ഹോംവർക്ക്സും ചെയ്യണം, വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ മക്കളെ, അവസാനത്തെ അറ്റൻഡൻസും കൂടെ ഇട്ടോളൂ. ഹാപ്പി ലേണിംഗ്.